ഹായ്, എൻ്റെ പേര് അനിൽ പോൾ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡൊമൈൻ നെയിം രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു കമ്പനിയുടെ ഒരു ഫേസ് ആണ്. അപ്പം നമ്മൾ അതിൻ്റെ നെയിം ചൂസ് ചെയ്യുമ്പോൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. കാരണം ആ ഒരു ഡൊമൈൻ നെയിം നമ്മൾ പിന്നീട് ലോങ് ടൈമിലേക്ക് ഉപയോഗിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മുടെ ബിസിനസ് മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ സെയിം ഡൊമൈനിലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ സെയിം ഡൊമൈനിലുള്ള വെബ്സൈറ്റിനെ ആയിരിക്കും പ്രൊമോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ പേര് എന്ന് പറയുന്നത് ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിരിക്കണം. കാരണം പല സ്ഥലത്തും നമുക്കത് ഉപയോഗിക്കേണ്ടി വരും. പ്രിൻറ്റ് ചെയ്യുന്ന സ്ഥലത്തും ഒക്കെ നമ്മൾ വരുമ്പോൾ നമുക്ക് അധികം ലെങ്തി ആയി കഴിഞ്ഞാൽ അത് പ്രിൻറ്റ് ചെയ്യാനുള്ള ഇൻകൺവീനിയൻസ് വരാം. അതുപോലെ ബിസിനസ് മെയിൽ ഐ ഡി വരുമ്പോൾ അതിൻ്റെ ലെങ്ത് കൂടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വായിക്കാനും ഒക്കെ എളുപ്പമുള്ള രീതിയിലുള്ള ഒരു ഡൊമൈൻ നെയിം സെലക്ട് ചെയ്യുക. അത് നമ്മുടെ ബിസിനസ് നെയിമിനെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു നെയിം ആയിരിക്കണം. നമുക്ക് നമ്മുടെ സർവീസും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഉള്ള ഒരു ഡൊമൈൻ നെയിം എടുക്കുന്നത് കൊണ്ട് ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. കാരണം കുറേ കൂടെ സെർച്ചിങ്ങിൽ ടോപ്പിലേക്ക് വരാനുള്ള സാധ്യത കൂടുകയാണ്. ഡൊമൈൻ നെയിം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സെർച്ച് എഞ്ചിൻസിനെയും കൂടെ ടാർഗറ്റ് ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾ അതിൻ്റെ കീവേഡ്സ് നമ്മുടെ ബിസിനസ്സിൽ കസ്റ്റമേഴ്സ് സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള കീവേഡ്സ് നമ്മുടെ ഡൊമൈൻ നെയിമിൽ ഉൾപ്പെടുത്താം. നമ്മുടെ മേജറായിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി, അതുമായിട്ട് ആ ഒരു കാര്യം കൂടെ നമ്മുടെ ഡൊമൈൻ നെയിമിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ ഒരു ഡൊമൈൻ നെയിം സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചെറിയൊരു ലൊക്കാലിറ്റി വെച്ച് അത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ XYZ ബിൽഡേഴ്സ് കൊച്ചി അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, കൊച്ചി എന്ന് പറയുന്നത് അത് നല്ലതാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ ലൊക്കേഷൻ വൈസ് ഉള്ള സെർച്ചിങ്ങിൽ അത് ടോപ്പിലേക്ക് വരാനുള്ള സാധ്യത കൂടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരുപക്ഷെ അതിനുശേഷം ബിസിനസ് കുറച്ചും കൂടെ വളർന്നു കഴിയുമ്പോൾ അത് അടുത്തൊരു ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഡൊമൈൻ നെയിം നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫ്യൂച്ചർ കൂടെ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കണം ഒരു ഡൊമൈൻ നെയിം ചൂസ് ചെയ്യേണ്ടത്. ഒരു ഡൊമൈൻ നെയിം ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ പേരിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഡൊമൈൻ നെയിം അല്ലെ ആ ഒരു വേർഡ് അഡ്രസ്സ് ഒരിക്കലും ഒരു ട്രേഡ് മാർക്ക് കോൺഫ്ലിക്റ്റിന് കാരണമാകാത്തതാണ്. അതായത് മുമ്പ് ആരെങ്കിലും ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത വേർഡ്സ് അല്ലെ നെയിമുകൾ, ഒരു പേര് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് നമ്പറുകൾ അല്ലെങ്കിൽ ഹൈഫൺസ് അങ്ങനെയുള്ള സിമ്പലുകൾ നമ്മൾ അതിൻ്റെ അകത്ത് ഒഴിവാക്കുക. അത് ടൈപ്പ് ചെയ്യുന്നതിന് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതുപോലെ ആളുകൾ തെറ്റായ രീതിയിൽ ടൈപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്ക് ഒഴിവാക്കി കിട്ടുകയും ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏത് എക്സ്റ്റൻഷൻ യൂസ് ചെയ്യും. .in, .com, .co.in, .org അങ്ങനെ പല ഡൊമൈൻസും എക്സ്റ്റൻഷൻസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള .com ആണ് നമ്മൾ സാധാരണ ബിസിനസ് ആവശ്യങ്ങൾ, കാരണം അത് കൊമേഴ്ഷ്യൽ എന്നുള്ള ഒരു എക്സ്റ്റൻഷനാണ്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. അതിന് കൺട്രിയുടെ എക്സ്റ്റൻഷൻ വരുന്ന ഡൊമൈൻ നെയിം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ആണ് .org യൂസ് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയുമായിട്ടും സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോപ്പുലർ ആയിട്ടുള്ള ഡൊമൈൻ എക്സ്റ്റൻഷൻ തന്നെ ചൂസ് ചെയ്യാം. അടുത്തതായിട്ട് ഒരു രജിസ്റ്ററിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാരുടെ മെയിൽ ഐ ഡി അതുപോലെ കോൺടാക്ട് അഡ്രസ്സ് വെച്ച് രജിസ്റ്റർ ചെയ്യുക. കാരണം അതിൻ്റെ ഓണർഷിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതിൻ്റെ യൂസർ നെയിം, പാസ്വേഡ്, പിന്നെ നമ്മൾ എവിടെ നിന്നാണ് രജിസ്റ്റർ ചെയ്തത്, ഏത് വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഏത് ഡൊമൈൻ, ഏത് രജിസ്ട്രാറിൽ നിന്നാണ് ഡൊമൈൻ നെയിം രജിസ്റ്റർ ചെയ്തത്, അത് നമ്മൾ ഓർത്ത് വെക്കണം. അവരുടെ വെബ്സൈറ്റ്, അതുപോലെ തന്നെ അവരുടെ നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ് അത് സേഫായിട്ട് കീപ്പ് ചെയ്യുകയും വേണം. കാരണം നമുക്ക് അതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളെ ഇമെയിൽ ഐ ഡി, പാസ്വേഡ്, അതുപോലെ തന്നെ നമ്മളത് എവിടെ നിന്ന് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും നമ്മുടെ ആ ഡൊമൈൻ്റെ എക്സ്പയറി ഡേറ്റ് എപ്പോഴാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഇത്ര റിന്യൂവൽ, അത് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് റിമെമ്പർ ചെയ്ത് അത് ചെയ്യണം. അതല്ലെങ്കിൽ അത് എക്സ്പയർ ആയിപ്പോയി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഡൊമൈൻ നെയിം നമുക്ക് ചെക്ക് ചെയ്ത് നമ്മളത് അവൈലബിൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യാം. അത് അല്ലെങ്കിൽ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് അത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നഷ്ടപ്പെടാനും ഒക്കെയുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കുക. ഏറ്റവും നല്ല ഒരു ഡൊമൈൻ നെയിം രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്.